ബാക്ക് ടു മൈ ചാനൽ സൽമ ഓഫീഷ്യൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റമദാൻ സ്പെഷ്യൽ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ബാക്കി എൻ്റെ ഇക്കാക്ക പറയുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇതിനുള്ള മസാല തയ്യാറാക്കുകയാണ് ഞങ്ങൾ. അതിനുള്ള ബീഫ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഇടാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിലിടാൻ വേണ്ടി ഉടച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മര്യാദക്ക് ഉടച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റിന്റെ മസാലയൊക്കെ ഇടുന്നതായിരിക്കും. ഉരുളക്കിഴങ്ങ് കൊടുത്ത് കട്ട്ലേറ്റ് ആക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഒടിച്ചതും ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടി ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് പൊരിച്ചതും ഉണ്ട്. കട്ട്ലേറ്റ് ഉടിപ്പുണ്ട്. കുറച്ചാകുമ്പോൾ പൊരിക്കുകയേ ഉള്ളൂ. ടേമ്പൊടിയൊക്കെ മുക്കിയിട്ടായിരിക്കും കേട്ടോ ഗൈസ് പൊരിക്കുന്നത്. ഈത്തപ്പഴം. ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ കക്കറോട്ടിയാണ്. അതിനു വേണ്ടിയുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരക്കാനുണ്ട് കക്കറോട്ടീൻ്റെ രാത്രിക്ക് കക്കറോട്ടിക്ക് വേണ്ടി. അപ്പോൾ ചെറിയുള്ളി, കറുവാപ്പട്ട, ഏലക്കായ്, ജീരകവും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അടിച്ചെടുക്കാം. പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും നെയ്യും ഒഴിച്ചിട്ടുണ്ട്. സോറി ഗൈസ്, മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കക്കറോട്ടിക്കുള്ള മാവ് കുഴച്ചിട്ട് ഷേപ്പാക്കി കൊണ്ടുവയ്ക്കുകയാണ്. മറ്റേ നമ്മുടെ ഗൈസ് കട്ട്ലേറ്റ് മുക്കി പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. മുട്ടയും കൂടി മുക്കിയിട്ട് പൊരിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സ്പെഷ്യലിലൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ. നിങ്ങളുടെ വീട്ടിലെ നോമ്പുതുറ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.